ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവന് ഈ ജ്യൂസ് ഒരിക്കൽ കുടിച്ചാൽ വീണ്ടും വീണ്ടും ചോദിക്കും. അത്രയും ടേസ്റ്റും ഹെൽത്തിയുമായ ഡ്രിങ്കാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു 4 ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള തൊലിയെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റാം. അതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിനെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുക. ചെറുതായിട്ട് കട്ട് ചെയ്യില്ലെങ്കിൽ പെട്ടെന്ന് വേവില്ല. അതാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ കുക്കറിലിട്ടാണ് ഞാൻ വേവിക്കുന്നത്. 2 വിസിൽ കേട്ടാൽ മതി. കുക്കറിലിട്ട് വേവിക്കും. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് അടുപ്പിലേക്ക് വയ്ക്കുക. 2 വിസിൽ കേൾക്കുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം അതിനെ കുക്കറിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കുക. ഒരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് വയ്ക്കുക. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അടിക്കാൻ പാടുള്ളൂ. അതിന് തണുത്തതിന് ശേഷം അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിക്കുക. അതിന് ശേഷം അതിന് പാല്, നമ്മൾ ഫ്രീസറിൽ തണുക്കാൻ വെച്ചിരിക്കുന്ന പാല്, ഒരു അര ലിറ്റർ പാലുണ്ട്, അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ടിയായിട്ടിരിക്കണതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിടുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അതാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം പഞ്ചസാര, ഞാനിവിടെ ഒരു 6-7 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടാനുസരണം മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം. അതും കൂടി ഇട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ വാനില ഐസ്ക്രീം, ഞാനിവിടെ വാനിലയാണ് വാങ്ങിച്ചത്, അതുകൊണ്ടാണ് വാനില ഇട്ട് കൊടുത്തത്. വാനില ഐസ്ക്രീം ഇതിലിട്ട് അതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കുറേ കൂടി ടേസ്റ്റായി. അതിന് ശേഷം 2 ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അതിനുവേണ്ടി 2 ഐസ് ക്യൂബുകൾ 2 വീതം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ അടിച്ചു വച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. 2 ഗ്ലാസ്സിലും ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മീതെ കുറച്ച് വീണ്ടും ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഇതിൻ്റെ മീതെ ഒന്ന് വിതറി കൊടുക്കുക. ഇവിടെ ക്യാരറ്റ് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.